AB യുവമോർച്ച മാർച്ചിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരത്തെ ഉന്തും തള്ളും ഉണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തകർക്ക് നേരെയും യുവമോർച്ച പ്രവർത്തകർ അതിക്രമം നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഞ്ജു, നിലവിലെ വിവരങ്ങൾ. നിമേഷ്, വലിയ തരത്തിലുള്ള പ്രകോപനങ്ങൾക്കാണ് യുവമോർച്ച പ്രവർത്തകർ ശ്രമിച്ചത്. അതായത് പോലീസിന് നേരെ ഉന്തും തള്ളുമുണ്ടായി. ശേഷം അത് ചിത്രീകരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾക്ക് നേരെയും ആക്രമിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതിനെതിരെ വലിയ തരത്തിൽ മാധ്യമ പ്രവർത്തകർ ഒന്നടങ്കം തന്നെ തിരിച്ചു പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം ഇവർ വീണ്ടും സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറെ മർദ്ദിക്കുന്ന സാഹചര്യം, അതിനുശേഷം ഇരുവരും തമ്മിൽ, പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. 2 തവണയാണ് ജലപീരങ്കി ഉപയോഗിച്ചിട്ടുണ്ടായത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തീർത്ത ബാരിക്കേഡ് മറച്ചിടാൻ നിരവധി തവണ പ്രവർത്തകർ ശ്രമിച്ചു. ശേഷം ബാരിക്കേഡിന് മുകളിൽ കയറിയായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാവവും മാറിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള പ്രതിഷേധം അവർ റോഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ റോഡിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. വലിയ തരത്തിലുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ റോഡ് ഉപരോധിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ശ്രമം. ഏകദേശം 100ഓളം വരുന്ന പ്രവർത്തകരായിരുന്നു പ്രതിഷേധ സമരവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ചുപേരാണ് ഇപ്പോൾ റോഡ് ഉപരോധിക്കാനായിട്ട് ഇവിടെ കുത്തിയിരിക്കുന്നത്. നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ബാരിക്കേഡ് മറച്ചിടാനുള്ള വലിയ തരത്തിലുള്ള തയ്യാറെടുപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ നേരെ റോഡ് ഉപരോധിക്കാനുള്ള സമര രീതിയിലേക്ക് അവർ മാറ്റിയിരിക്കുന്നത്. റോഡ് മുഴുവൻ, അതായത് ഗതാഗതം മുഴുവൻ ബ്ലോക്കാക്കിക്കൊണ്ടുള്ള റോഡ് ഉപരോധമാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിൽ ബാരിക്കേഡിന് മുകളിൽ കയറി വലിയ തരത്തിലുള്ള വെല്ലുവിളി അടക്കം പോലീസിന് നേരെ ഉയർത്തുകയുണ്ടായി. അതിനുശേഷമാണ് ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ ഉപയോഗിച്ചത്. ശേഷം ഈ പോലീസുകാർക്ക് നേരെ ഉന്തും തള്ളുമുണ്ടായി. കന്റോൺമെന്റ് ACP, DCP, തിരുവനന്തപുരം സിറ്റി DCP അടക്കമുള്ള ഉദ്യോഗസ്ഥരടക്കം ഈ സമരത്തിന്റെ ഭാഗമായിട്ട് സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. നേരത്തെ അടക്കം വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഇത്തരത്തിൽ പിണറായി വിജയനെതിരെ വലിയ തരത്തിലുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള സമരമായിരുന്നു അവർ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമരത്തിൽ ടയറുകൾ ഉൾപ്പെടെ ഒരു പ്രവർത്തകന്റെ വാഹനത്തിൽ ടയറുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഏകദേശം 5 ടയറുകളോളം സെക്രട്ടേറിയറ്റ് പരിസരത്തിൽ കൊണ്ടുവന്ന് അതിട്ട് അവിടെ നിന്ന് കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധമുണ്ടായിരുന്നത്. ശേഷമാണ് വീണ്ടും പോലീസിന് നേരെ ഉന്തും തള്ളിലേക്ക് കടന്നത്. പ്രവർത്തകർ നിലവിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ ഏത് രീതിയിലുള്ള സമരപരിപാടികളിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം? ഈ പ്രഫുൽ കൃഷ്ണ അടക്കം പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിമേഷ, നേരത്തെ വലിയ തരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി വന്നിട്ടുള്ള പ്രവർത്തകർ അവരുടെ സമരരീതി സെക്രട്ടേറിയറ്റിന് മുന്നിലായിരുന്നു. സെക്രട്ടേറിയറ്റിന്റെ ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടി നിരവധി തവണ പ്രവർത്തകർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം 2 തവണ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. ജലപീരങ്കി ഉപയോഗിച്ചതിന് ശേഷം പോലീസിന് നേരെ ഉന്തും തള്ളുമുണ്ടാക്കി. ഉന്തും തള്ളിനും ശേഷമാണ് ഇവർ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ടയർ ഉൾപ്പെടെ കത്തിച്ചുകൊണ്ട് അത് പോലീസിന്റെ വാഹനത്തിന് നേരെ എറിഞ്ഞുകൊണ്ടുള്ള സമരരീതി ആവിഷ്കരിച്ചത്. അതിനുശേഷം പോലീസ് ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഇവരുടെ സമരം ചിത്രീകരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ പ്രതിഷേധം നടത്തി. അതും പോലീസ് തടഞ്ഞു. നോക്കൂ, ഇപ്പോൾ കൂടുതൽ പോലീസുകാരെ ഇവിടെ കൊണ്ടുവന്ന് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണോ പോലീസ് കടക്കുന്നത് എന്ന് വേണമെങ്കിൽ കാണാൻ സാധിക്കും. ഒരു പോലീസ് വാഹനം ഇപ്പോൾ തയ്യാറായിട്ട് നിന്നിട്ടുണ്ട്. റോഡ് ഉപരോധിക്കുന്ന ഈ പ്രവർത്തകർക്ക് അരികിലേക്ക് പോലീസുകാർ വരികയാണ്. നിമേഷ്, ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. ഇതാ പ്രവർത്തകരെ ഓരോരുത്തരായി പിടിച്ചു നീക്കാൻ വേണ്ടി പോലീസ് കടക്കുകയാണ്. ഇതാ റോഡ് ഉപരോധിച്ചിരുന്ന പ്രവർത്തകരെ പോലീസ് പിടിച്ചു വലിച്ച് ബസ്സിലേക്ക് കയറ്റി കൊണ്ടുപോകുകയാണ്. അതിന് പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകർ. നേരത്തെ അടക്കം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായാൽ കയ്യിലുള്ള മുളവടി അത് വെറുതെ ഇരിക്കില്ല എന്നതടക്കം പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ റോഡ് ഉപരോധിച്ച ഓരോ പ്രവർത്തകരെയായി പോലീസ് ഇവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പോലീസ് വാഹനം ഉൾപ്പെടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നത്. നിലത്ത് വീണ പ്രവർത്തകരെ വലിച്ചിഴച്ചുകൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഉള്ളത്.
പ്രതിഷേധിക്കാനാണ് പ്രവർത്തകർ പറയുന്നത്. അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ്. അഞ്ജു, നിലവിൽ ഈ നേതാക്കളെല്ലാം റോഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ? ഇനി അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ സംഘർഷാവസ്ഥ പൂർണ്ണമായും ഒഴിവായിട്ടുണ്ടോ അവിടെ? അതായത് പോലീസിന്റെ വാഹനത്തിലേക്ക് കയറ്റി കൊണ്ടുപോവുകയാണ്. പോലീസ് റോഡ് ഉപരോധിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസിന്റെ വാഹനത്തിലേക്ക് കയറ്റുന്നത്. അവരെ വാഹനത്തിലേക്ക് പിടിച്ചു വലിച്ചു കയറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വാഹനത്തിലേക്ക് കയറാൻ തയ്യാറാവാതെ പ്രതിരോധിച്ചു നിൽക്കുകയാണ് ഓരോ പ്രവർത്തകരും. എന്നാൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഇതാ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ തരത്തിൽ വാഹനത്തിനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഗതാഗതം പൂർണ്ണമായിട്ട് ഇവിടെ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ ഭാഗത്തുള്ളത്. അതിനിടയിലാണ് ഇതാ പോലീസിനെ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെയും അതായത് പ്രതിഷേധത്തിനിടയിലും ബാരിക്കേഡിന് മുകളിൽ നിന്ന് പ്രവർത്തകർ പോലീസിന് നേരെ വെല്ലുവിളി ഉയർത്തുന്നുണ്ടായിരുന്നു. സമാനമായ സ്ഥിതിയാണ് ഇപ്പോൾ. പോലീസ് വാഹനത്തിനുള്ളിൽ കയറ്റിക്കൊണ്ടുപോയ ഓരോ പ്രവർത്തകരും പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഇവിടെ പ്രതിഷേധിച്ചിരുന്ന സംഘർഷത്തിന് പിന്നാലെ റോഡ് ഉപരോധിച്ച യുവമോർച്ച പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ അടക്കം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് ബസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്.